ഹായ് ഗേസ്. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെയിലി എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഇന്ന് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ഓപ്പൺ ചെയ്ത് ഉടനെ കൺട്രിയും ലാംഗ്വേജും സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ എന്താ പറ്റും, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെഫർ ആൻഡ് ഏണിൻ്റെ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വേറെ മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്താ പറ്റും, ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് റെഫറൽ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ റെഫറൽ കോഡിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ റെഫറലിനും എത്ര ഏണിങ്സ് കിട്ടും എന്ന് അവർ ഡോളേഴ്സിലായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗിവ് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം തോന്നുന്നു $10 ആയിട്ടാണ് ഒരു ഗിവ് നമുക്ക് കിട്ടാൻ പോകുന്നത്. $10 അവർ പറയുന്നുണ്ട്. ഈ ഒരു ടൈം കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും, ഈ ഗിവ് പങ്കെടുക്കാൻ പറ്റും. അതുപോലെ ലീഡർ ബോർഡ് എന്ന ഓപ്ഷനിൽ എന്താ പറയുന്നുണ്ട്, അവർ ലീഡർ ബോർഡിൽ കൂടുതൽ ഏണിങ്സ് അച്ചീവ് ചെയ്യുന്നവർക്ക് ഏകദേശം പോയിൻറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നത് എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ലീഡർ ബോർഡിൽ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. അതുപോലെയുള്ള മറ്റു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ മെയിനായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് ഇതിൽ ഗെയിം പോലെയുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് കാണുകയും അത് ലോഡായിട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സത്യം പറഞ്ഞാൽ ആരും അധികം അറിയാത്തൊരു ആപ്ലിക്കേഷനാണ്. ആരും അധികം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് പോരില്ല. ജസ്റ്റ് ഒരു സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറ്റും, കോയിൻസ് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അതായത് എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോളർ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. സിമ്പിളായിട്ട് ചെറിയൊരു ഡോളർ ആകുമ്പോൾ തന്നെ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്തായിട്ടുണ്ട്, ഈ ഒരു ആപ്ലിക്കേഷനിൽ ഓപ്പൺ സിമ്പിളായിട്ട് ആ ഒരു കോയിൻസ് അതായത് നമുക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ചെറിയൊരു നെറ്റ് ഇഷ്യൂ കാരണമാണ് ഇപ്പം പ്ലീസ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ലോഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അഗൈൻ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് വീണ്ടും കൊടുക്കാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഓരോ ലെവലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെവലപ്പ് നിങ്ങൾ ആദ്യം കൂട്ടും. ഓക്കെ, നിങ്ങൾക്ക് മുകളിൽ ആ ടൈം റൺ ചെയ്യുന്നതൊക്കെ കാണാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എക്സ്ട്രാ നിങ്ങൾക്ക് എവരി ഹവറിന് 0.0050 ആയിട്ട് നിങ്ങൾക്ക് എന്താ പറ്റും, പോയിൻറ്റ്സ് കിട്ടുന്നത്. അത് ഡോളറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചെറിയൊരു ഡോളർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കുക. കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പോരാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഓരോ ഇതിലും നിങ്ങൾ എത്ര തവണ ഓപ്പൺ ചെയ്തോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്ലെയിം റിവാർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആ ടൈമിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നൈറ്റ് സെഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഗിവ് അവേ പോലൊക്കെയുള്ള ചെറിയൊരു ഓപ്ഷനായിട്ടാണ് ഇത് വരുന്നത്. അപ്പം ഇത് അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്കിതിൽ ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊരു ടൈമിങ്ങിൽ നിങ്ങൾ 24 hours നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ പോലും ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ പറയാം. കാരണം സിമ്പിളാണ്, ഒരു വർക്കും കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി നല്ല രീതിയിൽ ഏണിങ്സ് അച്ചീവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അടുത്ത ജസ്റ്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിലവിൽ ഒരുപാട് പേര് വിഡ്രോവലും കാര്യങ്ങളും ചെയ്ത പ്രൂഫും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് നമുക്ക് ഫീഡ്ബാക്കുമായി അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗം എടുത്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ അവർ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് ആ നോട്ടിഫിക്കേഷൻസിൻ്റെ ഭാഗം. ഓക്കെ, ജസ്റ്റ് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാൻ. എന്തായാലും ഇത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റു ഓപ്ഷൻസിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറയുമ്പം രാത്രിയൊക്കെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് നമുക്ക് എത്ര ഏൺ ചെയ്തെടുക്കാൻ പറ്റിയെന്ന ഓപ്ഷനാണ്. ഞാൻ അധികം അതിൽ നിന്നിട്ടില്ല. അതാണ്
അവിടെ കോയിൻസ് ഒന്നും ആഡ് ആവാത്ത. ഓക്കെ, അപ്പോൾ ഇനി പ്രൊഫൈലിൻ്റെ ഓപ്ഷൻസ് എടുത്താൽ നിങ്ങൾക്ക് എഡിറ്റ് പ്രൊഫൈൽ ഉണ്ട്, എൻ്റെ റെഫറൽ കോഡ് ഉണ്ട്, അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടും, കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ഈ അക്കൗണ്ട് മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഈ ഒരു ചിഹ്നം നിങ്ങൾ ജസ്റ്റ് ഡോളറിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ വന്നിട്ടുള്ളത്. വീക്ക്ലി മന്ത്ലി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം USDT പേപ്പാൽ വൈകായിരിക്കും ഇതിൽ വിഡ്രോവലും കാര്യങ്ങൾ വരുന്നത്. അപ്പം എത്ര പോയിൻറ്റ്സ് എത്ര USDT എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നും എത്രത്തോളം ആളുകൾ ഇപ്പോൾ വിഡ്രോ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബൈനാൻസിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 0.35 USDT മതി. സോ സിമ്പിളാണ് ഏൺ ചെയ്തെടുക്കാൻ. സത്യം പറഞ്ഞാൽ അത്ര അടിപൊളി ചെറിയൊരു എമൗണ്ട് ആകുമ്പോൾ തന്നെ നമുക്ക് എന്താ പറ്റും, വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് നിലവിൽ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ഔട്ട് ചെയ്ത് 0.36 ക്യാഷ് ഔട്ട് ചെയ്തത്. അതല്ലാതെ നിങ്ങൾക്കിവിടെ നോക്കിയാൽ ജസ്റ്റ് ഒന്ന് കാണാൻ കഴിയും, ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് വിഡ്രോയിൽ. അപ്പോൾ ഞാനിപ്പോൾ $0.01 ഞാനിപ്പോൾ ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പം അത് അവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു എന്ന് പ്രതീക്ഷിക്കണം ഞാൻ. അപ്പം നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത സമയത്താണ് എനിക്ക് അങ്ങനെ ഏൺ ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ട, തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. സോ നിങ്ങൾ കാണാൻ കഴിയും ഇപ്പോൾ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ മണിക്കൂർ എനിക്ക് തോന്നുന്നു 3 മണിക്കൂറാണ് ഇത് റൺ ചെയ്യുന്നത്. ഈ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം 0.050 നിങ്ങൾക്ക് എന്താ പറ്റും ഡോളർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സിമ്പിളാണ് ഏൺ ചെയ്തെടുക്കാൻ, ഒട്ടും മിസ് ചെയ്യേണ്ട, തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.